അമ്മച്ചി വിഷ്ണുജി എങ്ങനെയുണ്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ രാജീവൻ പറഞ്ഞു. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് പറയാം? ഒത്തിരി സംഭവമാണോ? സംഭവം പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പരിപാടിക്കകത്ത് ഞാനൊരു ഐറ്റം വേറെ 45ാമത്തെ എപ്പിസോഡിൽ ചെന്ന പരിപാടിക്കകത്ത് അന്ന് ഞാനും റെജി അണ്ണനും പ്രജിത്തൂടായിരുന്നു ടീമായിട്ട്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പകരക്കാരനായിട്ട് ആണ് ചെന്നത്. അവിടെ എനിക്ക് പകരം വേറൊരു ആർട്ടിസ്റ്റിനായിരുന്നു വിട്ടിരുന്നത്. അപ്പോൾ അവൻ വന്നില്ല. വരാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഞാൻ പോയതാണ്. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോകണമെന്ന്. ഞാൻ റജിനോട് പറഞ്ഞു ഈ പരിപാടി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് പോകണം, ആ പരിപാടിക്കകത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് അണ്ണനോട്. പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും പിന്നെ എന്തോ സാഹചര്യം കൊണ്ട് വേറെ ആളായിട്ട് സെറ്റായി അവരങ്ങ് ടീമായിട്ട് പോയി. അപ്പം ഞാൻ പിന്നെ വിളിച്ചപ്പം എന്നെ അനീഷ് പാലില്ലേ, അനീഷ് പാലിനെ വിളിച്ചപ്പോൾ ഞാൻ അണ്ണാ അങ്ങനെ നമുക്ക് ആ പരിപാടിക്കകത്ത് ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവന്മാർ പോയില്ലോ, അവന്മാർ ട്രെയിൻ എന്താ കൂടെ പോകുന്നുണ്ടല്ലോ എന്നോട് ഇദ്ദേഹത്തെ വിളിക്കാൻ എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ എന്തോ പരിപാടി എന്നെ വിളിക്കാൻ പോയി. ഞാൻ റജിനെ വിളിച്ചു, അണ്ണാ എവിടെയാണ് നമ്മളെപ്പോഴാണ് പോകുന്നത്? എടാ അത് ഇങ്ങനെ സംഭവമായി പോയി, വേറൊരാളെ സംഭവം വന്നു വേറൊരാളെ ഇട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പോട്ടെ കുഴപ്പമില്ലെന്ന് ഞാനോർത്ത് ഇനിയിപ്പം നമുക്ക് സമയമായി കാണത്തില്ലായിരിക്കും, പോട്ടെ എന്ന് വിചാരിച്ച് അവരങ്ങ് പോയി. ജസ്റ്റ് രാവിലെ ഞാൻ ഇങ്ങനെ പിള്ളേരെ കൊണ്ടുവിടാൻ, എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇന്നപ്പോഴേ ജീവണ്ണം വിളിച്ചിട്ട് അവൻ വന്നില്ല കേട്ടോ. ജ്യോതി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് കോട്ടയത്തുള്ള, ജ്യോതി കോട്ടയം. അപ്പോൾ അവനെന്തോ വേറെ എന്താ കാര്യങ്ങളായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ വരാൻ പറ്റുമെങ്കിൽ ഇപ്പം വരാൻ പറഞ്ഞു. ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നേരെ കയറി അവിടെ ഒന്ന് ചെന്ന് കുറേ എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തു, കുറേ സ്കിറ്റുകൾ ചെയ്തു. കുറച്ചൊക്കെ നല്ല പോലെ വന്നു, കുറച്ചൊക്കെ പരാജയങ്ങൾ തന്നെ ആയിരുന്നു ഇടയ്ക്ക്. പിന്നെ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയ സമയത്താണ് ഇടയ്ക്ക് ഫ്ലവേഴ്സിലേക്കുള്ള എൻട്രി അതാണ്. ഫ്ലവേഴ്സിൽ എൻട്രി അതാണ്. അണ്ണനാണ് പ്രജിത്തും റജിണ്ണാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുറേ എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാജിമോന് അണ്ണനെ കൂടെ ഇട്ട് നമ്മൾ ഒരുമിച്ച് ടീമായത്. അവിടെ തൊട്ട് നമ്മളിപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സ്കിറ്റും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. രാജീവനെ പരിചയപ്പെടുന്നത് സംഭവം വന്നു പിന്നെ സംഭവം രാജീവനെ പണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് നമ്മൾ ഇപ്പം സംഘാരയുടെ പരിപാടിക്കാന്ന് തോന്നില്ലേ, സംഘാരയാണോ, സംഘാരയുടെ പരിപാടിക്ക് ഞാൻ ഫിഗർ ചെയ്യാൻ ചെന്നപ്പം ഇവനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, അന്ന് ഇവന് മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല പണ്ടല്ലേ, അപ്പോൾ അറിയത്തില്ല. അപ്പോൾ ഫിഗർ ചെയ്തിട്ട് ഞാൻ ക്ലൈമാക്സ് മേജർ മഹാദേവൻ്റെ ഫിഗർ ചെയ്തിട്ട് അങ്ങനെ പോയി. അപ്പോൾ അന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല, പിന്നെ പറയുമ്പോഴേ അറിയുന്നത്. തിരുവല്ല വെച്ച് റജിയണ്ണും ഞാനും പ്രജിത്തോടെ ഒരു അവാർഡ് പരിപാടി ഉണ്ടായിരുന്നു, ഒരു മനുഷ്യാവകാശ സംഘം അവാർഡിന് ചെറിയ ചെറിയ പരിപാടികൾ. ആ പരിപാടി തുടങ്ങിയ സമയത്ത് അങ്ങനെ ഞങ്ങളെ വിളിച്ച് മൊമെൻ്റ് തരാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ ഞാൻ വന്നിരിക്കും. പ്രജിത്ത് ഇവനോട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുക അവിടെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുക. അങ്ങനെ അപ്പോൾ ഇവൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇവന് എനിക്ക് നമ്മളെ പരിചയമില്ലല്ലോ, ഇങ്ങനെ ഇരിക്കുക. അപ്പം പ്രജിത്ത് ഇവരോട് സംസാരിക്കുന്നുണ്ട്, ഇവർ കൈ കൊടുക്കുന്നുണ്ട്, റജിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനടുത്ത് ഇവരെന്നെ മൈൻഡ് ചെയ്തില്ല, ഞാനും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു, നോക്കുന്നൊക്കെ ഉണ്ട്, ചിരിക്കുന്നൊന്നുമില്ല. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഏതായി ഭയങ്കര ചാടായിരുന്നു, ഇങ്ങനെ നോക്കിയിരിക്കും, ഇത് ചിരിക്കുന്നതുമില്ല. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് ടീം ഇട്ട് സാറ് വിളിച്ച് പറഞ്ഞ ഇതുപോലെ രാജിമോനും വിഷ്ണുവും പിന്നെ പ്രജിത്ത് ഞങ്ങൾ 3 പേരും ടീം ഇട്ട് തന്നാൽ ആദ്യം. അങ്ങനെ ഞാൻ ഇവനെ ഫോൺ വിളിക്കുമോ, ഹലോ രാജീവനല്ലേ, നമ്മൾ ഒരുമിച്ചായിട്ടേക്കുന്നത് കേട്ടോ, ഓക്കെ ഇത് അവിടെ ചെന്ന് ഇറങ്ങി ഞാൻ എനിക്ക് ടെൻഷൻ, എന്നെക്കാളും ടെൻഷനാണ്. അവിടെ ചെന്ന് നമ്മൾ മുമ്പ് കണ്ട് റൂമിലൊക്കെ ഇന്ന് കാര്യമൊക്കെ പറഞ്ഞ് എന്തോ പറയും. ഞങ്ങളൊരു സ്കിറ്റ് വിളിച്ചിട്ട് പൂക്കാടയുടെ സ്കിറ്റായിരുന്നു അത്. ആ സ്കിറ്റ് കളിക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിലായി ആള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ എന്നുള്ള മനസ്സിലായി. രാജീവന്റെ മനസ്സിൽ ഇത് തന്നെ തോന്നിയിരുന്നത്, ഇവൻ ഏതാടെ ജാടത്തേണ്ടി ഇതില്ലേ. ഞാനപ്പോ ഇവനെ കാണുന്ന സമയത്ത് ഈ പറഞ്ഞ സമയത്ത് ഞാൻ ഐറ്റം വേറെ പോയിട്ടില്ല. ഇവര് ടീമായിട്ട് ഇവരുടെ ഷോ ഒക്കെ നമ്മുടെ ടിവിയിലൂടെ കണ്ടോണ്ടിരിക്കുമോ. അപ്പൊ പ്രജിത്തിനെ എനിക്കറിയാം, ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാം കളിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. റജിച്ചേട്ടനെ അറിയാം. പിന്നെ എനിക്ക് ഈ ഐറ്റം വേറെ കണ്ട് മാത്രമേ പരിചയമുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളൊക്കെ വേണ്ടി കഴിഞ്ഞാൽ ചാനലിലൊക്കെ ഉള്ള ആളാണ്, അതുപോലെ ഇരിക്കുന്നു. ഞാൻ ഇവനെ കണ്ടുപിടിച്ചിരിക്കും, അതുപോലെ വലിയ ഇതൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്ന, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇവരിങ്ങനെ കണ്ടിട്ടില്ല തോന്നുന്നു. പിന്നീട് വന്നപ്പോ കണ്ട് പരിചയപ്പെട്ടപ്പോലെ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇവർ രണ്ടുപേരും കിട്ടിയത് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ. ഇപ്പോൾ ഉള്ള ഒരു ഇത് നമ്മുടെ പരിപാടിക്ക് അത് ചെയ്യാൻ നമുക്ക് എന്തും പറയാൻ തുറന്ന്. എന്തിപ്പം അണ്ണനാണെങ്കിൽ ചില വഴക്ക് പറയും എന്തൊരു കാര്യത്തിലൊക്കെ, അത് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അവിടെ തീരും.
കാരണം പറഞ്ഞാൽ അറിഞ്ഞില്ല. അവിടെ തീരും അന്നേരം പറഞ്ഞേ ഉള്ളൂ. നമ്മൾ അത് വെച്ച് മനസ്സിൽ വെച്ചിരിക്കത്തില്ല. എന്ത് കാര്യം ഉണ്ടല്ലോ അവിടെ അന്നേരം സ്പോട്ടിൽ തന്നെ പറഞ്ഞു തീർന്നു. അപ്പം നമ്മൾ ഈ സ്കിറ്റ് എത്ര ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറിൽ കയറി കളിക്കുമ്പോൾ അതിനകത്തിൽ എന്തോ സംഭവിക്കുന്നു പറഞ്ഞില്ല കേട്ടോ, അതാണ് സത്യം. നമ്മൾ ഇനി എന്തോ തലകുത്തി മാറി വെളിയിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് എന്നാൽ അകത്ത് കയറി കളിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് അവിടെ അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം. വിഷ്ണു അഭിലാഷന്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനായിരുന്നു. സത്യമായിട്ടുള്ള ഭയങ്കര ഇഷ്ടമല്ലാത്ത എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഈ ആള് എന്താ പറയുക, ഞാൻ കോമഡി ഡേയ്സ് ഉണ്ടായിരുന്നു ആദ്യം. കോമഡി ഡേയ്സ് ഈ പുള്ളിക്കാരൻ അവിടുത്തെ ഗ്രൂമറായിരുന്നു അല്ലേ, മിസ്റ്റർ ഗ്രൂമറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ശ്രീനിവാസൻ ചെയ്യുന്ന ഒരു ഫിഗർ ചെയ്യുന്ന ഒരാളുണ്ട്, വിജേഷ് അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അവന് അണ്ണനൊക്കെ ഒരുമിച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം പണ്ടൊക്കെ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അങ്ങനെ. പിന്നെ ഒരു ദിവസം ഞാൻ വിജയ് എന്ന മുത്തിനെ അറിയാം. അവൻ എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ഫിഗർ ഷോ ഒക്കെ ചെയ്യുന്നു പറഞ്ഞു, നീ ഒന്ന് വന്ന് ഈ അഭിലാഷ് മല്ലശ്ശേരിയെ വിളിച്ച് പറഞ്ഞാൽ നിനക്ക് അണ്ണനെ അറിയാം. നീ വിളിച്ച് ഞാൻ പറഞ്ഞോളൂ, നീ വിളിച്ചാൽ മതി എല്ലാം. ഞാൻ അണ്ണനെ കൊണ്ട് വിളിക്കുമോ വിളിച്ചപ്പോൾ പുള്ളി പറയാ അത് ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അവർ ചെയ്യുന്നില്ല. സീനിയർ അതിൻ്റെ മറ്റേ ഇതായിരുന്നു എന്ത് പറഞ്ഞാൽ അന്നേരം സീനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഇത് കൊടുക്കുന്നത് ആദരിക്കൽ പരിപാടിയാണ്. അപ്പോൾ എന്നോട് അങ്ങനെ ചെയ്യുന്നില്ല പറഞ്ഞു. അത് ഇത്രയും അവനെ എന്നെ ഇളക്കി ഇതാരും മുത്ത്, ഞാൻ ഒരു താല്പര്യമില്ല എനിക്കത്. അവൻ ഇളക്കി ഞാനത് സെറ്റെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അണ്ണൻ പറയാൻ പറ്റുന്നത് എനിക്ക് ഒരു ദേഷ്യമില്ല. ഞാൻ വേറൊരു പരിപാടിക്ക് നമ്മുടെ പിന്നെ മനോജ വലഞ്ചിയുടെയും അജേഷിൻ്റെ ഒക്കെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു. അണ്ണനുണ്ട് അവിടെ. ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ മിണ്ടത്തില്ല അണ്ണനോട്. അടുത്ത് ഞാൻ മൈൻഡ് ചെയ്യാതെ നോക്കത്തൊന്നുമില്ല. എൻ്റെ പെണ്ണുമ്പളെ ഉണ്ട് ഞങ്ങൾ. ഞാൻ വലിയ പുള്ളിയാണ് കേട്ടോ, വലിയ പുള്ളി. അന്ന് എന്നെ കേട്ടാൽ വലിയ പുള്ളിയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത്. നമ്മൾ ഈ ടീം ഇട്ട് എൻ്റെ ദൈവമേ സത്യമായിട്ട് പറഞ്ഞു, ഇതുപോലൊരു പാമ്പ് പിടിച്ച മനുഷ്യൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കേട്ടോ. നമുക്ക് ഇതേ പറഞ്ഞു ഇതൊക്കെ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. അന്ന് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരാൾ പിന്നെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴേ അന്ന് തെറ്റായിരുന്നായിരുന്നത്. കാരണം അണ്ണൻ അത് പറഞ്ഞത് കറക്റ്റായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ അന്ന് അങ്ങനത്തെ കുറേ ഫിഗർ ഷോ ഒക്കെ ആദ്യം നടത്തുന്നുണ്ടായിരുന്നു, പിന്നെ അത് ചെയ്യുന്നില്ലായിരുന്നു, വേറെ രീതിയിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ഞാനോടത്ത് ഈ പുള്ളിക്ക് ഭയങ്കര ജാടയായിരിക്കും എന്ന് വിചാരിച്ച്. ഇത് രാജീവനെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അല്ലേ കുറേ സ്റ്റേജ് ഞങ്ങൾ ഒരുമിച്ച് എത്രയോ വർഷം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും നമ്മൾ ഉള്ളു കാണാതെ പോയെന്ന് തോന്നുന്നു അല്ലേ. ഈ രണ്ട് വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയാം. ഈ രണ്ടുപേരെ പിന്നെ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ, എപ്പോഴും ഹാപ്പി. ഇവൻ്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ, എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. എത്രയോ സ്റ്റേജുകൾ നമ്മൾ കയറി. പക്ഷേ അന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാനത് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ അങ്ങ് പറയാം. ഇവന്റെ ഫിഗർ കാണാൻ ഭയങ്കര രസമില്ല. വിജയകാന്തിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ സത്യം പറയാൻ വിജയകാന്തിനെ എനിക്ക് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ. പക്ഷെ വിജയകാന്തായിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളം കിടുങ്ങിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ശരി അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രസമാണ്. നമ്മളീ കാണുന്ന വ്യക്തിയല്ല, ഒരുപാട് ഫിഗറുകൾ മിന്നിമായുന്ന ഒരു മുഖമാണ് ഈ ഇരിക്കുന്നത് അല്ലെ. എത്ര ഫിഗറുകൾ ഭയങ്കര പെർഫെക്ഷൻ. ഞാൻ വിഷ്ണുവോട് വേറൊരു കാര്യം ചോദിക്കുന്നത്, വിഷ്ണു ശരിക്കും ഒരു തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് കഥകളി പഠിച്ചിട്ടുണ്ടെന്ന്. അത് പറയുമ്പോ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ സംഭവം വന്ന് ഇതൊരു സംഭവമാണല്ലോ. വരട്ടെ, സംഭവം ഇങ്ങോട്ട് വരട്ടെ. കഥകളി എന്ന് പറഞ്ഞാൽ പണ്ട് കലാമണ്ഡലത്തിൽ അച്ഛനും നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനായിരുന്നു. ഇപ്പം 3 വർഷമായി മരിച്ചു പോയിട്ട് ആദം പണിക്കർ എന്ന പേര്. ആ പേരാണ് ഞാൻ എൻ്റെ പേര് ഇതിനകത്ത് ശ്രീ ആദം പണിക്കരാണ്. ഈ ചില ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പേരിനോട് കൂടി പല പേരുകളൊക്കെ ആഡ് ചെയ്തിട്ട് വരും. അപ്പം ആദ്യമായിട്ട് ഈ പേര് കിട്ടും ആദവും. ഞാൻ വെച്ചാൽ ഈ ലാലേട്ടനോടുള്ള ആ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛന് ഒരു തയ്യക്കട ഉണ്ടായിരുന്നു. ആ തയ്യക്കടക്കിട്ട പേരാണ് ആദവും. അച്ഛൻ്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ആ പേര് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും ആദവെന്ന് ഇട്ടപ്പോഴത്തേക്കും പിന്നെ അച്ഛനെ എല്ലാവരും കളിയാക്കി വിളിക്കാൻ തുടങ്ങി ആദവ്. പിന്നെ ആദം അച്ഛൻ പുസ്തകം എഴുതുമായിരുന്നു. ഈ ചിരിച്ചപ്പ് അതുപോലെ എന്തോ അതിൻ്റെ പേരെന്തോ ചിരിച്ചപ്പ് കൈരളി എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പുസ്തകങ്ങൾ അല്ലാതെ കുറേ മാസികകളൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. കവിത പുസ്തകങ്ങൾ, നാടൻപാട്ട്, പോക്കുലർ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതാണ് ഇതിൻ്റെ കാക്കാരശ്ശി നാടകത്തിന്. അങ്ങനെയൊക്കെ നാട്ടിൽ അറിയപ്പെടുന്നൊരു വലിയ ആളായിരുന്നു. അപ്പം അച്ഛൻ പണ്ട് പത്രത്തിൽ പരസ്യം കണ്ടിട്ട് കലാമണ്ഡലത്തിൽ പണ്ട് ഫോണൊന്നുമില്ല, പരസ്യം കണ്ടിട്ട് എന്നെ വിട്ടതാണ് ഞാൻ അവിടെ പഠിക്കാൻ വിട്ടു. അപ്പം അന്ന് ഞാൻ ഈ മിമിക്രി സ്റ്റാറൊക്കെ ചെയ്യുന്നു കേട്ടോ. അന്ന് ഫിഗറൊന്നുമില്ല. പണ്ട് ചെറുപ്പത്തിൽ തൊട്ടേ മിമിക്രി സ്റ്റാർ അനുകരിച്ചൊക്കെ കാണിക്കുമായിരുന്നു.
അടുത്ത സ്കൂളിലൊക്കെ പെണ്ണുക്കര ഗവൺമെൻറ് UP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും സ്കൂളിൽ പരിപാടികളുണ്ട്. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കും. പിന്നെ ചെറുപ്പം തൊട്ടേ നമുക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ മിമിക്രി ട്രൂപ്പ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ തൊട്ട് നമുക്ക് ട്രൂപ്പുണ്ട്. അവിടെ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ മരിക്കുന്ന വരെ നമുക്കൊരു നാടൻപാട്ട് സമിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇതുമായിട്ട് സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അതങ്ങ് തൊടാതിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നേരത്തെ ഒരു ബലം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് കഥകളിയുടെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പത്രത്തിൽ പരസ്യം കണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. അവിടെ ഞാൻ കലാമണ്ഡലത്തിൽ ചെന്ന് നമ്മുടെ ഈ ജയറാമിന് ഒരുപാട് ഉണ്ടല്ലോ, വയ്യാരത്ത് പത്മനാഭൻ നായർ, അത് ആ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിയാണ് എന്നെ ഇൻ്റർവ്യൂ ഇരുന്നത്. അപ്പോൾ അങ്ങനെ എന്നോട് ചെന്ത ചെയ്യും. ഞാൻ പറയുമോ ഞാനങ്ങനെ പ്രത്യേകിച്ച് ചെയ്തതുമില്ല. അല്ല ഏതാണ്ട് ചെയ്യുമല്ലോ എന്ന് ഞാൻ പറയാം. മിമിക്രി കാണിക്കുന്നത് അപ്പോൾ ഞാൻ സുരേഷ് ഗോപിയും ഇങ്ങനെയൊക്കെ കാണിച്ചു വരുന്നതൊക്കെ കാണിച്ചു. അപ്പോൾ എന്നെ സെലക്ട് ചെയ്തിട്ട് എന്നെ അവിടെ കൊണ്ട് കലാമണ്ഡലത്തിൽ പഠിക്കാൻ പറ്റും. കഥകളി, തെക്കൻ കളരി കഥകളി പഠിച്ചു. കുറച്ച് നാൾ കഥകളിയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് മഞ്ഞപ്പിത്തം വന്നു. വലിയൊരു ഹൈപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തം അത് വന്ന് അന്നത്തെ കാലത്ത് നമുക്ക് ഇത് കിട്ടിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയത് എൻ്റെ ആ ഒരു ടാലൻറ്റ് കൊണ്ട് അന്ന് കിട്ടിയതാണ്. പിന്നെ അവിടെ പഠിക്കണമെങ്കിൽ ഒരു 5000 രൂപ കെട്ടി വെക്കണമായിരുന്നു ആ സമയത്ത്. അന്ന് അച്ഛനോട് ചോദിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അച്ഛൻ, അന്ന് പൈസയില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുമായിരുന്നു. പിന്നെ ഞാൻ വേറെ സ്കൂളിൽ വന്ന് പഠിച്ചു. പിന്നെ അതിനുശേഷം കലാഭവനിൽ മിമിക്രി പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ മിമിക്രി പഠിപ്പിക്കാൻ പോയി. ഒരുപാട് ട്രൂപ്പുകളിൽ എന്നെ വിട്ടിട്ടുണ്ട്. ഒത്തിരി ട്രൂപ്പുകളിൽ തിരുവനന്തപുരം സമിതിയിലൊക്കെ എന്നെ ഒരുപാട് ട്രൂപ്പിലൊക്കെ അച്ഛൻ ഞാനാണെങ്കിൽ ഒന്നിനും മുമ്പോട്ട് അങ്ങനെ പോകത്തില്ലായിരുന്നു. അച്ഛൻ എല്ലാവരോടും വിളിച്ചു പറയും എൻ്റെ മോൻ തിരുമലച്ചന്ദനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ പുള്ളിയെ കണ്ടാണ് ഞാൻ ഫിഗർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ എല്ലാവരോടും പറയും എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ ചെയ്യും എന്നൊക്കെ എന്നെ അവരെല്ലാം കളിയാക്കിയിട്ടുണ്ട്. കാരണം അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടെ അച്ഛൻ പലയിടത്തും എന്നെ കൊണ്ട് എത്തിക്കാൻ അവിടെ ഇവിടെ എല്ലായിടത്തും ഓരോ വഴിക്കും ഓരോ ഇപ്പം ട്രൂപ്പിട്ട പണ്ട് ഒരു ട്രൂപ്പിട്ടുമ്പോൾ തന്നെ എൻ്റെ വളമൊക്കെ വലിയ തലയൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ അടിച്ച് പരിപാടി ചെയ്ത് ഒത്തിരി ഇത്രയും വർഷം. ഇപ്പം രതീഷിനെ അറിയാം. രതീഷ് ക്യാമറയിൽ രതീഷിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പം അത്രയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം രാജീവൻ പറഞ്ഞു നമ്മുടെ ഒരു തീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഉള്ളിലൊരു ഭയങ്കര തീയുടെ ഉണ്ട്. അത് എന്തുവാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതെനിക്ക് ഇപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും രാജീവൻ ഒരു ബലത്തിൽ പറയണം നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ആ ശക്തിയിൽ അണ്ണൻ നിൽക്കുന്നത് നമുക്ക് ജീവിക്കണം എന്നുള്ള കാര്യമാണ്. അത് ഏറ്റവും വലുത് ജീവിതമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ എപ്പോഴും വീഡിയോ ഫേസ്ബുക്കിലായാലും എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ചുമ്മാ ഇരിക്കും ഒക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛൻ മരിക്കുമ്പോൾ സമയത്ത് ഞാൻ അടൂരല്ല കൊട്ടാരക്കരടുത്ത് പരിപാടി സ്ഥലത്ത് ഇരിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അച്ഛൻ 6 മാസം ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടപ്പായിരുന്നു. കോമ സ്റ്റേജൊക്കെ ആയിപ്പോയി കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പരിപാടിക്ക് പോകുന്നത് ഞാൻ തിരുവോണത്തിനാണ് ഇത് പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇത് അച്ഛൻ അവിടെ കിടക്കുക. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സ് വന്ന് അച്ഛൻ മരിക്കുമോ എന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണു മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങ് ആ പരിപാടി സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു പറയാം അച്ഛൻ മരിച്ചു പോയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അതിനെ ഉൾക്കൊണ്ടിരിക്കുക നേരത്തെ മരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് വന്നത്. കാരണം അത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരോടും, എടാ നമ്മൾ ഈ ട്രൂപ്പ് നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് അച്ഛൻ അറിയാം ഒരു ബുദ്ധിമുട്ടറിയാം. അപ്പോൾ നമുക്ക് പരിപാടി ഉണ്ടെങ്കിൽ എടാ ഞാൻ മരിച്ചു പോയാലും ആ പരിപാടി കളിച്ചിട്ട് വരാവും എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അതാ ഓർമ്മ വന്നത്. ഞാൻ അവിടുന്ന് എൻ്റെ കൂടെ നമ്മൾ പേടിച്ചു പോയി. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായി. ഞാൻ ഇല്ലടാ പരിപാടി കളിച്ചിട്ട് പോകുന്നു. ഞാൻ പരിപാടി കളിച്ചിട്ടാണ് പോയത്. അന്ന് ഞാൻ വീട്ടിൽ വന്നു. അന്ന് പിറ്റേ ദിവസം പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അച്ഛൻ്റെ ചീതയ്ക്ക് തീ ഉളർത്തിയതിന് ശേഷമാണ് ഞാൻ പരിപാടിക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പം വരെ ഈ നിമിഷം വരെ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. എനിക്ക് വെറുതെ ഒക്കത്തില്ല. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. ഞാൻ ഇപ്പം നമ്മൾ റിഹേഴ്സൽ അവിടെ ഇപ്പോൾ ഫ്ലവേഴ്സിൽ പോയിട്ട് വന്നു, അല്ലെങ്കിൽ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഫോണിനകത്ത് വീഡിയോ എന്തെങ്കിലും സാധനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. അതെ, വിഷ്ണുവിന്റെ പല വീഡിയോസും ഫേസ്ബുക്കിലൂടെ ഒക്കെ സുഹൃത്തുക്കളെ ഒത്തിരി വാർത്ത. അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പം രതീഷ് ക്യാമറ ചെയ്യുന്ന രതീഷ് നമ്മുടെ നാട്ടുകാരൊന്നുമില്ല, നമ്മളെ അടുത്തുള്ളവരാ. അവരും ഞാനും ഒക്കെ ഒരുമിച്ച് പണ്ട് ഞങ്ങൾ ഈ മിമിക്രി ട്രൂപ്പ് ഞങ്ങൾ മുഖശ്രീ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വായനശാലയാണ്, ഗ്രന്ഥശാല ഞങ്ങൾ ചെറിയ പരിപാടികളൊക്കെ ചെറുപ്പത്തിലെ പിള്ളേരായിരിക്കുമ്പോൾ തൊട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഈ ഓണത്തിന് പരിപാടി ഞങ്ങൾ ചെയ്യാൻ പോയി ഒരിടത്ത്. നമ്മുടെ അടുത്തൊരു ക്ലബ്ബിൽ പരിപാടി ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം കാസറ്റ്, ഇപ്പോൾ മനോജ് ഇന്നസിൻ്റെ കാസറ്റൊക്കെ ഇട്ടാൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ച് കളിക്കുന്നത്.
അത് കൊണ്ടുപോയി കളിക്കാൻ പോയിട്ട് ഓരോരുത്തർ പരിപാടിക്ക് ഉച്ചയാകുമ്പോൾ ഓണത്തിന് ഉച്ചയാകുമ്പോൾ രണ്ട് പിള്ളേർ ഒന്നൊരു പരിപാടി കൊണ്ട് പറഞ്ഞ കേട്ടോ അവരാത് ശരി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ ഈ മറ്റേ പെയിന്റ് പാട്ടൊക്കെ കിഴിച്ച് അതിനകത്ത് വാൾബ് ഇവര് ഉണ്ട് വേറെ അഭിലാഷം എന്ന് പറഞ്ഞ കൂട്ടുണ്ട് അവനെ ഇവരെല്ലാം കൂടെ ഈ പരിപാടി ചെയ്യുന്നത് ലൈറ്റ് പരിപാടി അങ്ങനെ കാസറ്റ് ഓഡിയോ കാസറ്റിനെ കൊണ്ടൊക്കെ ഞങ്ങൾ പോകും ടേപ്പൊക്കെ ആയിട്ട് തല വെച്ചിട്ട് രണ്ട് ഡബിൾ പരിപാടി ഉണ്ട് അക്കരെ ഇക്കരം പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടി കളിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നടുത്തപ്പോൾ അവർ പറഞ്ഞു പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 50 രൂപയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും 100 രൂപ ഞാൻ 100 രൂപയാണോ മുണ്ടാ വിട്ടോടാ അമ്മമാർക്ക് മാറിപ്പോയത് അന്നോ 50 100 രൂപ വരുന്നില്ലേ അത് 100 രൂപ പ്രോഗ്രാം ചെയ്ത് 100 രൂപ കിട്ടും. എന്നിട്ട് ഞങ്ങൾ കണ്ടം വഴി പിന്നെ പോകും അക്കരെ വരെ പരിപാടിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അനിയൻ കലാമണ്ഡലം പൈസ അവന് കലാമണ്ഡലം ഞാൻ പോയതിന് ശേഷം അവിടെ കലാമണ്ഡലത്തിൽ നിന്ന് പോയതിന് ശേഷം അവൻ എൻ്റെ ഇത് വെച്ച് തന്നെയാണ് അവനവിടെ കിട്ടിയത് കേട്ടോ കലാമണ്ഡലത്തിൽ. അവൻ അവിടുത്തെ കഥകളി ചുട്ടിയായിരുന്നു. അപ്പോൾ അവനവിടെ പഠിച്ചിറങ്ങി ഇപ്പം മേക്കപ്പ്മാനാണ് സിനിമയിൽ തുടരും സിനിമയിൽ പിന്നെ അതിൻ്റെ മേക്കപ്പ് അതിൻ്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പടം ഇപ്പം പടം ചെയ്യുന്നുണ്ട്. ഇപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത്. അവനുണ്ട് വീട്ടിലുണ്ട്. ഇപ്പം അമ്മ എൻ്റെ മക്കൾ 2 പേര് വൈഫുണ്ട്. വൈഫ് പോയിട്ടില്ല ഇപ്പം. അങ്ങനെ വൈഫ് അനിയൻ്റെ വൈഫ് നമ്മളെല്ലാവരും ഉണ്ട് കുടുംബം. അങ്ങനെ ഈ പറഞ്ഞ പോലെ വിഷ്ണുവിനൊപ്പം കണ്ടുകൊണ്ടിരുന്നത് ആ അച്ഛന്റെ മകനായതിന്റെ അതെനിക്ക് പറയാം ഞാൻ ആ ഒരു സ്പിരിറ്റാണ് സ്പിരിറ്റും അതെനിക്ക് പറയാൻ പറ്റും. അച്ഛൻ തന്ന പ്രചോദനമാണ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വിഷ്ണുവിനെ പിന്നെ അല്ലെ ഇപ്പൊ രാജ്മോഹൻ പറഞ്ഞ അമ്മയെന്ന് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ വിഷ്ണുവിന് ആദം വേണക്കര അല്ലെ പേര് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വിഷ്ണുവാണ്. അതെന്റെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു തീ അതിങ്ങനെ തീർച്ചയായിട്ടും ആ തീ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളിപ്പോ ഇത്രയും വലിയൊരു ടോപ്പിലെത്തി നിൽക്കുന്നത് അല്ലേ അബി? പിന്നെ എന്താ പറയണ്ടേ ഇത് കേട്ടപ്പോ ഭയങ്കര ഒരു എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഈ അണ്ണാ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നമ്മൾ സുപ്രീത്തിൽ പോലും വിചാരിച്ചു. അത് അയ്യോ ഞാൻ അത് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. പലപ്പോഴും ഇവര് രണ്ടുപേരും ഞങ്ങൾ സ്റ്റേജ് കളിക്കുന്നത് ഇദ്ദേഹം സൗണ്ട് ചെയ്യുന്നു ഇവൻ ഫിഗർ ഷോ ഒരു രക്ഷയില്ല. വിഷ്ണു ഒരുങ്ങുന്നത് കാണാനായിട്ട് ഞാൻ പോയി നോക്കി എങ്ങനെ ഇത് ഒരുങ്ങുന്നതെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു തവണ ചോദിച്ചപ്പോഴാണ് അണ്ണാ ഞാൻ ഇതുപോലെ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ളത്. അയ്യോ അത് പറഞ്ഞു വന്നപ്പോ ഈ ഒരു 5000 രൂപ ഇല്ലാത്തതിന്റെ പോയതിന്റെ പേരിലാണോ കലാമണ്ഡലം? അന്ന് അങ്ങനെ ആയിരുന്നു. അന്ന് പൈസ ഒന്നും ഇല്ലായിരുന്നല്ലോ ആ കാലത്ത്. പൈസ അച്ഛൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കുഴപ്പമില്ല അച്ഛാ ഞാൻ നമ്മുടെ ആലാ സ്കൂളുണ്ട് ഞാൻ അവിടെ പോയി പഠിച്ചോളാം. എനിക്ക് പിന്നെ അച്ഛനും അമ്മയും കാണാൻ ആഗ്രഹം ഭയങ്കര കൂടുതലായിരുന്നു. എപ്പോഴും അച്ഛനും അമ്മയും കാണണം എന്നുള്ള ചിന്ത കൂടുതൽ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് അനിയന് അല്ല അവൻ അതുകൊണ്ട് അവിടെ കിട്ടി അവന് നല്ല ഇതായി. ഇപ്പൊ പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും മിമിക്രിയും ഇതൊക്കെ തന്നെ ആയിരുന്നു മനസ്സിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോ വിഷ്ണുവിന്റെ അടുത്തിരുന്നാലും ഭയങ്കര പോസിറ്റീവാണ്. ഇവൻ ചില സമയത്തൊക്കെ പ്രോഗ്രാം താമസമൊക്കെ വരും. അതൊരു കള്ളച്ചിരിയുണ്ട് സ്റ്റേജിൽ വന്നിട്ട് നമ്മളെ നോക്കിട്ട്. എനിക്കൊരു വേറെ രസകരമായിട്ടൊരു അനുഭവം ഉണ്ട്. ഞാൻ മായനറ്റ് കളിക്കുമ്പോൾ നമ്മുടെ ഡാൻസ് കളിക്കുന്ന ഒരു കോച്ചുണ്ട് അശ്വതി അതിൻ്റെ പേരെന്ന് അശ്വതി എന്നാണ് കണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. നമ്മുടെ സീരിയലൊക്കെ ചെയ്യുന്ന അരുൺ എന്ന് പറഞ്ഞ പാമ്പ് സ്നേക്ക് അറിയത്തില്ലേ? അവൻ്റെ ആ കൊച്ചിൻ്റെ അനിയത്തി ഒരു കൊച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽ നമ്മൾ ഇത് വരുമ്പോൾ ഈ കൊച്ച് ആദ്യമായിട്ട് വരിക നമ്മുടെ പരിപാടി കാണാൻ വരിക. അപ്പോൾ ഞാൻ വലിയ ജുബയൊക്കെ ഇട്ട് കറുത്ത പാൻറ്റൊക്കെ ഇട്ട് ടൈറ്റിൽ ഇവിടെ എല്ലാം വെളുപ്പിച്ചേക്കും. ഇവിടെ എല്ലാം നല്ല സുന്ദര കുട്ടപ്പനാ വീശിയൊക്കെ ഉണ്ടോ കട്ട വീശ അങ്ങനെ അത്ഭുതപ്പെട്ടു ഭയങ്കര സ്റ്റൈല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ കൊച്ചു എൻ്റെ അടുത്ത് മാറുന്നില്ല. കൊച്ചു കുഞ്ഞാ ഭയങ്കര സ്നേഹം എന്നോട്. പരിപാടി തുടങ്ങി ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ ഇരിക്കുക. പരിപാടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മേക്കപ്പിൻ്റെ കണ്ണാടി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കുക. ഇങ്ങനെ എടുത്തപ്പോഴൊക്കെ ഉള്ള കളർ തെളിഞ്ഞു വന്നു. തെളിഞ്ഞു വന്നപ്പോൾ ആ കൊച്ചു പറയുന്നത് അയ്യേ ഈ ചേട്ടൻ മുഖത്ത് കരി വാരി തേക്കുന്നു. അവിടെ വരുന്നവരോടെ ഭയങ്കര ഞാൻ ഇതെന്റെ സ്വന്തം കളർ അടിപൊളി സാധനമല്ലേ അയ്യോ അത് ഭയങ്കര സംഭവം. പിന്നെ ആ കൊച്ചെന്നെ ഒരു വന്നിട്ട് പോലും ഇല്ല. മേക്കപ്പ് തുടക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് മാറിപ്പോയില്ലേ. അത് വരെ ഭയങ്കര സ്റ്റൈല്. അത് ഭയങ്കര സംഭവം. അത് മറക്കാൻ പറ്റത്തില്ല. ഞാൻ വേറെ കാര്യം ചോദിച്ചു ഇല്ല ലാലേട്ടൻ ചോദിക്കുന്നല്ലേ ഇത് ജന്മന എങ്ങനെയാണോ ഈ തടി കുഞ്ഞുനാൾ തൊട്ട്? അല്ല കുഞ്ഞുനാൾ തൊട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം സിനിമ കാണാൻ പോയി. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ബൈക്ക് വന്നിരിച്ചു. അതിന് ഒരു കുറച്ച് നാൾ കിടന്നു. അങ്ങനെ പിന്നെ തടി കൂടി. പക്ഷെ ഈ തടി ഇപ്പൊ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഷാബോൻ ഷായ്ക്കകത്തിന് ചെറുക്കാൻ ചെയ്യാൻ പറ്റി. എന്റെ പൊന്നെ എന്ത് രസം കാണാൻ. നല്ല സംഭവം സംഭവമുണ്ട്. നല്ല മാനറിസം. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ അഭിലാഷ് മിമിക്രി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഫിഗർ ഷോ ചെയ്യുന്ന സമയത്ത് ദൈവമേ ഇതും കൊണ്ട് നടന്നാൽ എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ
അഭിലാഷിൻ്റെ അടുക്കാൻ ഞാൻ പറഞ്ഞിട്ടാ ഇത് മാത്രം പോരാ, നമുക്ക് അഭിനയം കൂടെ വേണം എന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്, വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ടാലൻറ്റ് നിങ്ങൾക്ക് 3 പേർക്കും ഇത് ഐറ്റം വേറെ എന്ന ഫ്ലവേഴ്സിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമാണല്ലോ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് തന്നെ, വലിയൊരു സാധ്യത തന്നെ. അത് അതിന് എത്ര നന്ദി പറഞ്ഞാലും അത് നമ്മൾ ഡയറക്ടറോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. ആ സാറിന് ഒരു ഭയങ്കര വീക്ഷണമുള്ള ആളാണ്. പുള്ളിക്ക് ഇത്രയും വർഷം കുറെ ചാനൽ പരിപാടികൾ നടത്തിയിട്ടുള്ളതുകൊണ്ട് അറിയാം. അർജുൻ വിളയാട്ട് സാറിന് കൃത്യമായിട്ട് അറിയാം അത് ആരൊക്കെ എന്തൊക്കെ. അഭിലാഷനായാലും രാജീവനായാലും ഞാനായാലും എന്ന ഇതൊരു പുള്ളിക്ക് നല്ല വീക്ഷണമുണ്ട്. ഇന്ന ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒത്തിരി ടീമുകളിൽ അങ്ങനെ സാറ് സെറ്റ് ചെയ്യുന്നുണ്ട് പരിപാടിക്ക്. അതൊക്കെ കറക്റ്റ്. നിങ്ങളുടെ ഈ ടീമിനെ സെറ്റ് ചെയ്ത് തന്നതും അദ്ദേഹമാണ്, സാറാണ്. നിങ്ങളെ 3 പേരും കൂടെ. അതാ പുള്ളിയുടെ മൈൻഡാണ് അത്. പുള്ളിക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെയാണ് വിഷ്ണു ആദ്യമായിട്ട് അപ്പോൾ ചെയ്തോണ്ടിരുന്ന ഫിഗർ. ആദ്യമായിട്ട് ഞാൻ ജയന്റെ ഫിഗറാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ ഈ നമ്മള് പണ്ട് ജഗഭോഗ എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ തിരുമല ചന്ദ്രൻ അത് കണ്ടിട്ടുള്ള ഒരു ഇതാ എൻ്റെ മനസ്സിൽ ഇങ്ങനെ. അപ്പം ഞങ്ങൾ മത്സരമായിരുന്നു. ഞങ്ങളൊരു അണ്ണനുണ്ട് രാജേഷൻ, ഒരു മരിച്ചുപോയി പുള്ളി രാജേഷൻ. അണ്ണൻ ഇതുപോലെ ചെയ്യുമായിരുന്നു. അണ്ണൻ ജയം ചെയ്യും. അണ്ണൻ മരം പിടിച്ച് കുലുക്കുകയും അന്നൊക്കെ ഇതായിരുന്നല്ലോ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പം അണ്ണൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അണ്ണൻ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ഡൽഹി ജോലിക്ക് പോകാൻ വേണ്ടി ആയപ്പോൾ പുള്ളിയുടെ പാൻറ് ഷർട്ടും കണ്ണാടി എല്ലാം ഇരിക്കാത് വെരിയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തന്നത്. ഞാൻ അന്ന് തൊട്ടാണ് ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയത്. ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാണി. ഇപ്പം പറഞ്ഞ സ്റ്റേജ് കെട്ടുന്ന പരിപാടിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ അത് തന്നെ അച്ചായൻ തയ്ച്ചു വരുന്നു കേട്ടോ. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ സ്റ്റേജ് കെട്ടും. അച്ചായൻ തയ്ക്കാനായോണ്ടേ ഇത് കർട്ടനും ഒക്കെ തയ്ച്ചു വരും. ഇതുണ്ടാക്കി ഒന്നുമില്ല, ചുമ്മാ ഇത് ഇവന് രതീഷൊക്കെ ഉണ്ട്. രതീഷ് ഇല്ലാത്ത പരിപാടി നമ്മള് സനീഷ് മോസ്രിയുടെ കൂടെ സനീഷും ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ നേരം പറഞ്ഞു എല്ലാ പരിപാടിക്കും ഇവനുണ്ടായിരുന്നു. അവനായിരുന്നല്ലോ മെയിൻ ലൈറ്റിന്റെ ആള്. ഇമാര് ഞങ്ങൾ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എന്തൊക്കെയാണ് ഒരു പേരുണ്ടായിരുന്നു, ലൊട്ടിലൊടുക്കും ഗുൽഗുൽമാരും 2 പേരുണ്ട്. ഇമാരിട്ട പേരായിരുന്നടാ. ഇവനും അഭിലാഷം എന്ന് പറഞ്ഞിരുന്നു. ഇമാർ 2 ഇത് ലൈറ്റിന്റെ പരിപാടി. ലൈറ്റ് അത് പാട്ടയൊക്കെ കിഴിച്ച് ഓരോന്നൊക്കെ തന്നെ ഇമാർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ വെച്ച് ആദ്യമായിട്ട് ജയന്റെ ഫിഗറാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഴയ മോഹൻലാല് തൊപ്പി വെച്ചില്ല തൊഴുകൈ അത് ചെയ്യാറ്. അത് ഞാൻ ആദ്യമായിട്ട് മോഹൻലാൽ ചെയ്യാൻ എനിക്ക് സ്ഫടികത്തിലെ മോഹൻലാൽ ഞാൻ ചെയ്യുന്നത് ഒരു സുമേഷ് ചന്ദ്രപ്പാര അറിയത്തില്ലേ? സുമേഷ് അണ്ണനെ ഒരു പരിപാടിക്ക് ഷിബു ആറന്മുളൊക്കെ ഒരു പരിപാടിക്ക് ഇങ്ങനെ ഇപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യുക. അന്നേരം സ്ഫടികം ചെയ്യുക. അതുവരെ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പുള്ളി എങ്ങാണ്ട് പോയിട്ട് വന്നു. പുള്ളി പരിപാടിക്ക് പോയിട്ട് പുള്ളി മുട്ടയൊക്കെ അടിച്ച് ഇവിടെ എല്ലാം കീറിയിരിക്കുക. മറിഞ്ഞു പോയിട്ട് ബൈക്കെ പോയിട്ട് പരിപാടിക്ക് പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞുള്ളായിരുന്നു പരിപാടി. അന്നേരം അങ്ങനെ കൈയൊക്കെ വെച്ച് കിട്ടിയിട്ട് പുള്ളി ഇങ്ങനെ വന്നിരിക്കുന്നു. അന്നേരം കാണുന്നത് പരിപാടി നേരത്തെ പുള്ളി വന്ന് അപ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് ആക്സിഡന്റ് പറ്റി ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മോഹൻലാൽ ചെയ്യാൻ പറ്റും. എന്താ പുള്ളി പറഞ്ഞു അവൻ ചെയ്യല്ലോ. ഞാനും അത്ഭുതം. ഞാൻ മറ്റേ നമ്മൾ മുടി തൊപ്പിയൊക്കെ വെച്ചില്ലേ ഇത് അത് നീ ചെയ്യണം അത് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത് ആദ്യമായിട്ട് ഇതൊന്നും ഇല്ലാതെ മുടിയൊക്കെ ചെയ്ത് അടിപൊളിയായി. നല്ലത് ഇപ്പൊ സെറ്റപ്പ് അല്ലേ. ഇപ്പൊ പിന്നെ മേജർ മഹാദേവന് അത് എല്ലാവർക്കും ഇഷ്ടമാണ്. മേജർ മഹാദേവൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആ ഫിഗർ. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഇതൊന്നും അല്ല, ഇതൊരു മറ്റേ സംഭവമാണ്. മണിയമ്പള രാജു ഉണ്ട്. മണിയമ്പള രാജു ഒക്കെ ഒരു രക്ഷയില്ല. ഇത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ടോ വിഷ്ണു ചെയ്യുന്നത്? മണിയമ്പള ചേട്ടൻ കണ്ടിട്ടില്ല. നമുക്ക് അവിടെയൊക്കെ എത്ര ആരുടെ മുന്നിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ചെയ്യണം. ഇവനും എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് സ്റ്റേജിൽ. ഞാൻ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്റെ സാഹചര്യം മോശമായിട്ട് പിന്നെ ഇതിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി. ഞാൻ ഫിഗർ ചെയ്യത്തുള്ളൂ. ഞാൻ ഒരു സ്റ്റാർ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാർ ചെയ്യാം. ശബ്ദം ചിലപ്പോ കറക്റ്റ് ഒന്നും ആകത്തില്ല, ഏകദേശം ശൈലി വരും. പറയട്ടെ? അതാ കളി, ചന്ദ്രന്റെ അടുത്ത കളി. പൂത്തോട്ടയിലെ ഒരു ചെരി ഒരു കൊച്ചു വിച്ചാത്തി പോലും ഇല്ല, ഒറ്റ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആ ചന്ദ്രന്റെ അടുത്ത കളി. ചന്ദ്രൻ ഇത് പറയുന്നത് ചന്ദ്രനാ, ഡേസ്കെ ചന്ദ്രൻ. അതാ സാരം. അങ്ങനെ ഉണ്ട്, അത്രേ ഉള്ളൂ.